കേരളത്തിലെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും വലിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. 2026 ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ എപ്പോൾ കിട്ടും? ഇനി പെൻഷൻ മുടങ്ങുമോ? 3000 രൂപ പെൻഷൻ എന്ന വാഗ്ദാനം എപ്പോൾ യാഥാർത്ഥ്യമാകും? അനർഹരെ ഒഴിവാക്കുമെന്ന വാർത്തയുടെ പിന്നിൽ എന്താണ്? ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി കൂടിയായ ധനകാര്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ 60 ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ എത്തുന്ന തീയതി മുതൽ 3000 രൂപ പെൻഷന്റെ സാധ്യത വരെ എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. വയോജനങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, അവിവാഹിതരായ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ തുടങ്ങി സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി വിഭാഗങ്ങൾക്ക് ഈ പെൻഷൻ വലിയൊരു ആശ്രയമാണ്. ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ജൂൺ 24-ാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ്. ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പെൻഷൻ സ്വീകരിക്കുന്നത് എങ്കിൽ അന്ന് തന്നെ തുക അക്കൗണ്ടിൽ എത്തിച്ചേരും. അതേസമയം വീടുകളിൽ നേരിട്ട് വിതരണം ചെയ്യുന്ന ഗുണഭോക്താക്കൾക്കും അതേ ദിവസം മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന നിലവിലെ സംവിധാനത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതായത് ഇപ്പോൾ ലഭിക്കുന്ന രീതിയിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിക്കുന്നത് തുടരും. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ മറ്റൊരു പ്രഖ്യാപനം പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു. UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി സാമൂഹിക ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്ന വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാഗ്ദാനം നടപ്പാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്നും ജനങ്ങളോട് നൽകിയ ഉറപ്പ് പാലിക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. നിലവിൽ ലഭിക്കുന്ന 2000 രൂപ പെൻഷൻ ഭാവിയിൽ 3000 രൂപയായി ഉയരാനുള്ള സാധ്യതയിലേക്കാണ് ഈ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത്. അടുത്തത് സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുമോ എന്നതിനെക്കുറിച്ച് ജനങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തിടെ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ചും സഭയിൽ ചോദ്യമുയർന്നു. ഇതിനു മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ ഉൾപ്പെടുന്ന പദ്ധതി അല്ലെന്നാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസം, അതായത് 2026 ഫെബ്രുവരി മാസത്തിലാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിച്ചത്. ഇത് തുടരണോ എന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായി എടുത്തിട്ടില്ല എന്നും അദ്ദേഹം ഇന്ന് വ്യക്തമാക്കി. സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതിയിൽ കൂടുതൽ അർഹരായവരെ ഉൾപ്പെടുത്താനുള്ള നടപടികളും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അനർഹരായ ഗുണഭോക്താക്കളെ ഒഴിവാക്കി യഥാർത്ഥത്തിൽ അർഹതയുള്ള കൂടുതൽ ആളുകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചു. ഇത് നിലവിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന നിരവധി ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. ഇനിയും കഴിഞ്ഞ 5 വർഷത്തെ പെൻഷൻ വിതരണത്തെക്കുറിച്ച് നിയമസഭയിൽ പറയുകയുണ്ടായി. 2021 മെയ് മുതൽ 2026 ഏപ്രിൽ വരെ കേരള സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത് 44,938 കോടി രൂപയാണ്. അതേസമയം സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ ഇനത്തിൽ 6071.72 കോടി രൂപയും വിതരണം ചെയ്തു. ഇതെല്ലാം കൂടി 51,000 കോടി രൂപയിലധികം തുകയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ പെൻഷൻ ഇനത്തിൽ ചെലവഴിച്ചത്. ഇനിയും ഗുണഭോക്താക്കളുടെ വർധനവിനെ കുറിച്ചും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. 2021 മെയ് മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നത് 47.72 ലക്ഷം ഗുണഭോക്താക്കൾക്കായിരുന്നു. എന്നാൽ 2026 ഏപ്രിൽ ഇത് 51.19 ലക്ഷമായി വർദ്ധിച്ചു. അതുപോലെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ 6.5 ലക്ഷത്തിലധികം പേരാണ്. ഇതിലൂടെ വർഷം തോറും സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത ഗണ്യമായി വർദ്ധിച്ചു വരുന്നതും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇനിയും ഈ പെൻഷൻ ഫണ്ട് എങ്ങനെ കണ്ടെത്തുന്നു എന്ന് നോക്കാം. പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ പണം കണ്ടെത്തുന്നത് എങ്ങനെയാണ്. ഇതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്നൊരു കമ്പനി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നുള്ള വിഹിതം KSFE, KSDC സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം,
കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ, ക്ഷേമനിധി ബോർഡുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകൾ എന്നിവയാണ് പ്രധാന വരുമാന മാർഗങ്ങൾ. ഇതിനു പുറമെ പെട്രോൾ, ഡീസൽ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്നിവയ്ക്ക് മേൽ ചുമത്തുന്ന സാമൂഹ്യ സുരക്ഷാ സെസ്സിൽ നിന്നുള്ള വരുമാനവും പെൻഷൻ വിതരണത്തിനായി ഉപയോഗിക്കുന്നു. പെൻഷൻ വിതരണം നടക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നിലവിൽ ഗുണഭോക്താക്കൾക്ക് രണ്ട് രീതിയിലാണ് പെൻഷൻ ലഭിക്കുന്നത്. ഒന്നാമത് ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക നിക്ഷേപിക്കുന്ന സംവിധാനം. രണ്ടാമത് സഹകരണ ബാങ്കുകളുടെയും ഏജന്റുമാരുടെയും സഹായത്തോടെ വീടുകളിൽ നേരിട്ട് എത്തിച്ചു നൽകുന്ന സംവിധാനം. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൽ നിന്നും തുക ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് കൈമാറുകയും തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള DBT സംവിധാനത്തിലൂടെ വിതരണം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതിനാൽ ജൂൺ 24 മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നേരിട്ടുള്ള വിതരണ സംവിധാനത്തിലൂടെയും പെൻഷൻ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഇതിനെപ്പറ്റി പറഞ്ഞാൽ, ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ 24 മുതലാണ് ആരംഭിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിലും നേരിട്ടുള്ള വിതരണത്തിലൂടെയുമാണ് തുക ലഭിക്കുന്നത്. നിലവിൽ വിതരണം ചെയ്യുന്നത് പോലെയാണ് ഇനിയും വിതരണം ചെയ്യുവാനും ഉദ്ദേശിക്കുന്നത്. 3000 രൂപ പെൻഷൻ വാഗ്ദാനം സർക്കാർ ആവർത്തിച്ചു. അത് ഉടനെ തന്നെ നൽകുവാൻ പദ്ധതിയുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. അനർഹരെ ഒഴിവാക്കി കൂടുതൽ അർഹരെ ഉൾപ്പെടുത്താനുള്ള നിയമവും സർക്കാർ പറയുകയുണ്ടായി. അപ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ജൂൺ 24 മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ തുക എത്തിയോ എന്ന് കമന്റിലൂടെ അറിയിക്കുക. ഈ വാർത്ത പരമാവധി മറ്റുള്ളവരിലേക്ക് എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യുക. പെൻഷൻ, സർക്കാർ പദ്ധതികൾ, PSC ക്ഷേമ പദ്ധതികൾ, ബ്രേക്കിംഗ് ന്യൂസ് അപ്ഡേറ്റുകൾ എന്നിവ ആദ്യം അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീണ്ടും പുതിയ വിവരങ്ങളുമായി എത്താം. താങ്ക് യു.